ഇത്തവണ വിജയികളെ ഞങ്ങൾ റിപ്പോർട്ടറിന്റെ ഫ്ലോറിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സീപ്ലെയിനിലാണ്. യഥാർത്ഥ സീപ്ലെയിൻ നടക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. അത് CPI-യുടെയും മത്സ്യത്തൊഴിലാളി കോർഡിനേഷന്റെയും ഒക്കെ തർക്കത്തിലാണ്. ഇതിനിടയിൽ റിപ്പോർട്ടർ TVയുടെ സീപ്ലെയിൻ പ്രേക്ഷകർക്ക് കാണാം. നമ്മളുടെ സ്ഥാനാർത്ഥികൾ സീപ്ലെയിനിൽ വന്നിറങ്ങി പ്രേക്ഷകർക്കൊപ്പം എത്തും. പാലക്കാട്ടെ ഫലത്തിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. പാലക്കാട്ടേക്കുള്ള ഫലവുമായി സീപ്ലെയിൻ എത്തിക്കഴിഞ്ഞു. ആരാണ് പാലക്കാട്ടെ വിജയി എന്ന് നമുക്കറിയാം. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷവും എത്രയാണ് കണക്കുകൾ എന്നുള്ളതും നമ്മൾ പരിശോധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയായി സീപ്ലെയിനിൽ വന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാലക്കാടിന്റെ കോട്ടകൊത്തളങ്ങളെ, കാവിക്കോട്ടകളെ നിലം പരിശാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ആൾക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കന്നി വിജയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ലഭിച്ച ഭൂരിപക്ഷം 18,840 18,840 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാട് ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്. പാലക്കാട്ട് UDF-ന്റെയും NDA-യുടെയും LDF-ന്റെയും വോട്ട് ശതമാനം കൂടി, അല്ലെങ്കിൽ വോട്ട് കൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചു പോകാം. ഒപ്പം എത്ര സ്വിങ്ങുകൾ എവിടെയൊക്കെ സംഭവിച്ചു എന്നതും വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പാലക്കാട്ടെ കണക്ക് പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് പോലെ പാലക്കാടിന്റെ കണക്ക് 57,912 പാലക്കാട് UDF-ന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ചതിലും അധികം 3000-ലധികം വോട്ടിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. NDA-യിൽ 39,243 എന്ന നമ്പർ പറയുമ്പോൾ ആ കണക്ക് കഴിഞ്ഞ തവണത്തെ 50,000-ൽ നിന്ന് 11,000-ഓളം വോട്ടുകൾ NDA-ക്ക് BJP-ക്ക് പാലക്കാട് മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നു. LDF-ന് കുറഞ്ഞത്, LDF കൂടിയത് കഴിഞ്ഞ തവണ 36,000 ആയത് 37,293 ആകിയിരിക്കുന്നു. ഭൂരിപക്ഷം 18,669. ഇതിലൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു. 18,840 എന്ന നിലയിലേക്ക് ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്നു. 18,840. ഈ ഭൂരിപക്ഷത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇത് അല്പസമയം മുമ്പുള്ള കണക്കാണ്. ഫൈനൽ ടാലി 18,840 എന്നാണ്. ഇനി പ്രേക്ഷകരെ നോക്കൂ. കഴിഞ്ഞ തവണത്തെ ലോക്സഭയിലെയും 2021 നിയമസഭയിലെയും കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 18,840. ഈ കണക്കിലൊരു മാറ്റമുണ്ട്. ലോക്സഭയിൽ 9,749. ലോക്സഭയിൽ UDF നേടിയ വോട്ടിന്റെ ഇരട്ടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കാണാം. ലോക്സഭയിൽ 9,707 ആയിരുന്നുവെങ്കിൽ അത് 12,000 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിരിക്കുന്നു. അതായത് VK ശ്രീകണ്ഠൻ MP-ക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലക്കാട് അസംബ്ലി മണ്ഡലം കൊടുത്ത 9,707 എന്ന നമ്പർ ഇരട്ടിയായി 18,669 മാറുന്നു. അതേസമയം 2021 ഈ ശ്രീധരനുമായി ഷാഫി പറമ്പിൽ മൽപ്പിടുത്തം നടത്തി 2021 മിന്നും പോരാട്ടത്തിലെ 3,859 എന്ന വോട്ടിന്റെ ഏകദേശം 6 മടങ്ങാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം. അതായത് പാലക്കാട് മണ്ഡലം പുനർനിർണയിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ്, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. 2021 നിയമസഭ. ഇനി അതിനും തൊട്ട് മുന്നിലേക്ക് പോയാൽ 2016 17,000 വോട്ടുകളാണ് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം. ആ 17,400 എന്ന ഭൂരിപക്ഷത്തെയും മറികടന്നാണ് 18,840 എന്ന ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും എങ്ങനെയായിരുന്നു ലീഡ് എന്നുകൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പാലക്കാട് നഗരസഭ എങ്ങനെയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കുറഞ്ഞു, എത്ര വോട്ട് വർദ്ധിച്ചു എന്നതിന്റെ കണക്കുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നഗരസഭയിൽ പാലക്കാട് BJP-യുടെ കോട്ടയായിരുന്ന നഗരസഭയിലെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഇടിവുണ്ടായി എന്നതാണ്. നോക്കൂ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ നെഞ്ചുലയ്ക്കുന്ന കണക്കാണിത്. 27,077 വോട്ടുകൾ മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ NDA-ക്ക് സമാഹരിക്കാൻ സാധിച്ചത്. എന്നുവെച്ചാൽ 2021 കണക്ക് പ്രകാരം 34,143 ഉണ്ടായിരുന്നു. ആ 34,143 ഉണ്ടായിരുന്ന പാലക്കാട് നഗരസഭയിലെ കണക്കിൽ 27,077 എന്ന നിലയിലേക്ക് 7,066 വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണകുമാറിന്റെയും BJP-യുടെയും ചങ്ക് തകർത്ത കണക്കാണിത്. 7,066 വോട്ടുകൾ നഗരസഭയിൽ നിന്ന് കുറയുക എന്നത് BJP സ്വപ്നം പോലും കണ്ടിരുന്നതല്ല. 34,143 എന്ന ശ്രീധരൻ നിയമസഭയിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പിടിച്ച വോട്ടിനേക്കാൾ ഏകദേശം 5,000 വോട്ട് മാത്രം കുറവായിരുന്നു 2024. എന്നാൽ വീണ്ടും
മുനിസിപ്പാലിറ്റി തങ്ങളെ കൈവിടുന്നു, മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ്. ഒന്നാം റൗണ്ടിൽ ഒഴിച്ച് വ്യക്തമായ ആധിപത്യം നേടാൻ പല ഘട്ടങ്ങളിലും സി കൃഷ്ണകുമാറിന് BJP സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുമില്ല. മാത്രമല്ല അവിടെയെല്ലാം UDFന്റെ അപ്രതീക്ഷിതമായ ഒരു കടന്നുവരവും കണ്ടു. ഈസ്റ്റില്, വെസ്റ്റില്, സൗത്തില്, നോർത്തില് ഒക്കെ തന്നെ കടന്നു വന്നു. വടക്കാന്തരയും മുത്താന്തരയും ചക്കാന്തരയും അടക്കമുള്ള ചില പ്രദേശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ BJPയുടെ കയ്യിൽ നിന്ന് BJPയുടെ പൊന്നാപുരം കൊട്ടയായ മുനിസിപ്പാലിറ്റി ചോർന്നുപോയിരിക്കുന്നു. 7066 വോട്ടുകളുടെ കുറവാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം NDAക്ക് സംഭവിച്ചിരിക്കുന്നത്. വലിയ ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം നേട്ടമുണ്ടാക്കിയിരിക്കുന്നു പാലക്കാട് UDF. ആ കണക്ക് കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. പാലക്കാട് നഗരസഭയിൽ UDFന്റെ നേട്ടം 1685 വോട്ടാണ്. നോക്കൂ, 2021 നിയമസഭയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ 28,858 വോട്ടുകളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി കൊടുത്തതെങ്കിൽ 2024 ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ 1685 വോട്ടുകൾ അധികമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത്. അങ്ങനെ 30,543 വോട്ടുകളായിട്ട് മാറുന്നു. അതായത് 28,858 വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ ഷാഫി പറമ്പിലെ വോട്ടിനേക്കാൾ 1685 വോട്ടുകൾ നഗരസഭ അധികമായി കോൺഗ്രസിന് നൽകുന്നു. 2024 ലോക്സഭയിൽ 27,905 വോട്ടുകൾ മാത്രമാണ് VK ശ്രീകണ്ഠന് ലഭിച്ചത് എന്നുകൂടി അറിയണം. എന്ന് വെച്ചാൽ 7,700ഓളം വോട്ടുകൾ BJPക്ക് നഷ്ടപ്പെടുന്നു. 1,685 വോട്ടുകൾ നഗരസഭയിൽ നിലവിൽ കോൺഗ്രസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് BJPയിൽ ഇറങ്ങിയിരിക്കുന്ന നല്ലൊരു ശതമാനം വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു, 1,685. പക്ഷേ 7,000 വോട്ടുകളിൽ ബാക്കി വോട്ട് എവിടെ പോയി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് BJPക്ക് പോൾ ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ LDF കാൻഡിഡേറ്റിനോ UDF കാൻഡിഡേറ്റ് വീരിക്കുകയോ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ 6,000 വോട്ടുകൾ ഇവിടെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ബൂത്ത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയിട്ടും UDFന്റെ കോട്ടയിൽ BJPയുടെ കോട്ടയിൽ UDFന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ല. 1,685 വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ മാത്രം UDF വർദ്ധിപ്പിച്ചത് എന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇനി LDF എങ്ങനെയാണ് നഗരസഭയിൽ പെർഫോം ചെയ്തത് എന്നുകൂടി നോക്കൂ. നഗരസഭയിൽ LDFന് ഇത്തവണയും നഷ്ടം തന്നെയാണ്. 43 വോട്ടുകളാണ് 2021 നിയമസഭയെ അപേക്ഷിച്ച് LDFന് നഷ്ടം. 2021 പ്രമോദ് മത്സരിക്കുമ്പോൾ CP പ്രമോദ് മത്സരിക്കുമ്പോൾ 16,485 വോട്ടുകളാണ് നഗരസഭയിൽ കിട്ടിയതെങ്കിൽ ഇക്കുറി അത് 43 വോട്ടുകൾ കൂടി കുറയുന്നു. സരിന് 16,412. എന്നാൽ സരിൻ ഈ മുനിസിപ്പാലിറ്റി മേഖലയിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു സരിന്റെ വിലയിരുത്തൽ. പക്ഷേ ആ വിലയിരുത്തൽ അമ്പേപ്പാളി. 43 വോട്ടുകൾ കുറയുന്നതായിട്ട് കാണാം. 16,455. ലോക്സഭയിൽ അതിലും ദയനീയമായിരുന്നു മുനിസിപ്പാലിറ്റിയിലെ പ്രകടനം. 16,356 ആയിരുന്നു. ഉപതെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും നിയമസഭയെ അപേക്ഷിച്ച് സരിന് 43 വോട്ടുകൾ കുറവാണ്. 16,412 വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നുവെച്ചാൽ BJPക്ക് 7,000ഓളം വോട്ടുകൾ നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെട്ട വോട്ടുകളിൽ നല്ലൊരു വിഭാഗം കോൺഗ്രസിലേക്ക് പോയിട്ടില്ല, ഒപ്പം CPMലേക്കും പോയിട്ടില്ല. അത് പോയിരിക്കുന്നത് എവിടേക്കാണ്? അത് വോട്ട് ചെയ്തിട്ടില്ല. അഥവാ BJPയിലെ നല്ലൊരു ശതമാനം, ഏകദേശം 6,000ഓളം വോട്ടർമാർ ഇത്തവണ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അവരുടെ വോട്ടുകൾ ഒന്നുകിൽ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്, അത് 1,682. ബാക്കി വോട്ടുകൾ നിസ്സംഗരായി നിഷ്ക്രിയരായി വോട്ട് രേഖപ്പെടുത്താതിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇടിഞ്ഞ വോട്ടുകളിൽ ചെയ്യപ്പെടാതെ പോയ വോട്ടുകൾ ഒരു പക്ഷേ BJPയുടെ ഹാർട്ട് ലൈൻ വോട്ടുകളായിരിക്കാം എന്ന് നമുക്ക് കരുതാം 2021 അപേക്ഷിച്ച്. ഇതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. 16,455 എന്നതാണ്. ഇനി നോക്കൂ, ഉപതെരഞ്ഞെടുപ്പുകൾ ഈ NDAയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഒന്ന് നോക്കിയാൽ ഉപതെരഞ്ഞെടുപ്പിൽ 39,389 മൊത്തം വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് NDAക്ക്. നിയമസഭയിൽ കിട്ടിയ വോട്ട് നോക്കൂ, 50,220 വോട്ടുകളിൽ നിന്ന് ഏകദേശം 11,000 വോട്ടുകൾ കുറയുന്നു. 11,000 വോട്ടുകളാണ് BJPക്ക് കുറയുന്നത്. നിയമസഭയിൽ ശ്രീധരൻ BJPക്ക് വേണ്ടി പിടിച്ച 1,00,000 വോട്ടുകളിൽ നിന്ന് 39,000 C കൃഷ്ണകുമാറിന്റെ വോട്ട് കുറയുന്നു. അതായത് ഏകദേശം 11,000 വോട്ടിന്റെ കുറവാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. 11,000 വോട്ടുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് നഷ്ടപ്പെട്ടു. അതിൽ 7,000ഓളം വോട്ടുകൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്.